യൂസുക ഏകദേശം കഴിഞ്ഞ റമദാൻ മാസത്തിൽ വന്നതാണ് നിങ്ങളുടെ അടുത്തേക്ക്. ഈ പ്രാവശ്യം റമദാൻ തുടങ്ങാൻ പോവാണ്. 2 ആഴ്ച മുന്നേ റമദാൻ മാസത്തിൽ മാത്രമേ ഉള്ളൂ എന്നെ വിളിക്കാൻ തോന്നുന്നല്ലേ? ഓഫറാണ് കൊടുക്കുക. റമദാൻ മാസം ഒന്നൊരു ചെറിയൊരു ആൾക്കാർക്ക് ഒരു ഇതായിക്കോട്ടെ, ഞമ്മക്കൊരു ഇതായിക്കോട്ടെ. അല്ല ഓഫർ ഉണ്ടോ ഇല്ലയോ ഞാൻ അപ്പം പറഞ്ഞുതരാം. ഏതാ മോഡൽ? ഡിസൈർ അല്ലേ? ഡിസൈർ സ്വിഫ്റ്റ് 2018 സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ ആണോ പെട്രോൾ ആണ്? പെട്രോൾ VXI ടച്ചപ്പ് ഉണ്ട് കേട്ടോ. അതെന്താ ടച്ചപ്പ് എടുത്തു പറയാൻ മുഖ്താറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ടച്ചപ്പ് ഉള്ള വണ്ടിയാണ് പറഞ്ഞാണ്ട്. ഇന്ത്യ ഇവിടെ ഉള്ള വണ്ടി 99% ടച്ചപ്പും പോളിഷും. ടച്ചപ്പ് അല്ലല്ലോ, ചെറിയ ടച്ചപ്പ് അല്ലേ? ചെറുതുണ്ടാവും, ചിലപ്പോൾ വലുതുണ്ടാവും. പക്ഷെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ് പറയും. ഓക്കെ, ടച്ചപ്പ് മൂപ്പര് പ്രത്യേകം തന്നെ പറയാൻ കാരണം ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാൽ വണ്ടി ആര് എവിടുന്ന് എടുക്കുകയാണെങ്കിലും, കാരണം പുതിയൊരു വണ്ടി ഷോറൂമിൽ ഇറങ്ങല്ല, വേറൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ് യൂസുകാക വിൽക്കുന്നത്. അത് നിങ്ങളെ മുന്നിലേക്ക് കാണിക്കുന്ന ഉത്തരവാദിത്തം. അപ്പൊ വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ എടുക്കുക. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടി? അതുപോലെ പിന്നെ വേറൊന്നുണ്ട്, ഇന്ത്യ അടുത്ത് വണ്ടി കൊണ്ടുപോയാൽ ഇഞ്ചിനും ഗിയർ ബോക്സിനും ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാത്തത് ഉണ്ടെങ്കിൽ ഓൽക്ക് വണ്ടി റിട്ടേൺ ആക്കാം. അല്ലെങ്കിൽ അല്ലാത്ത സംഗതിക്ക് ഗിയറിനും ഇഞ്ചൻ ബോക്സിനും എങ്ങനെ ആയാലും ഒരു 4 ദിവസത്തെ ചെക്കിംഗ് പാരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ പരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. ഓക്കെ, 2018 പെട്രോൾ ആണ് വരുന്നത്. ഏകദേശം എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല, ടച്ചപ്പ് ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 4,60 കൊടുക്കാം. 4,60,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇഗ്നീസ് ഏതാ മോഡൽ വരുന്നത്? ഇഗ്നീസ് 2017 ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക് പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് ഡിക്കിന്റെ ഗ്ലാസ്. എത്ര കിലോമീറ്റർ ടച്ചപ്പ് ഉണ്ട്? ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് അല്ല, ഒരു 3,000-4,000 വർക്ക് കമ്പനിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്ക് 4,60 കൊടുക്കാം. സീറ്റ് ഓട്ടോമാറ്റിക് ബട്ടർ സ്റ്റാർട്ട് ആട്ടോ. 90,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഒരു മിനിറ്റ്, ഇത് മോഡൽ എത്ര കൺഫ്യൂഷൻ തീർക്കണം. അല്ല നമുക്ക് തീർക്കാതെ റെഡിയാക്കാം. ലാസ്റ്റ് 4,60. ഓക്കെ, ഈ ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ 2009 പെട്രോൾ. 2009 പെട്രോൾ. 29 വരെ പേപ്പർ. ഡീസൽ അല്ലേ വരുന്നത്? അല്ല പെട്രോൾ. ഓണർഷിപ്പ് അത് LXI ആണ്, 3ാമത്തെ ഓണർഷിപ്പ് ആണ്. പിന്നെ VXI കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. VXI കൺവേർട്ട് ചെയ്ത 4 പവറിന്റെ കയറ്റി അത്രേ ഉള്ളൂ. ടച്ചപ്പ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഏതോ ഒരു ഗ്ലാസ് ഉണ്ട്. ഡിക്കിന്റെ ഗ്ലാസ് മേജർ ആയിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1,30 കൊടുക്കാം. 1,30,000 കൊടുക്കാം. ഈ പറഞ്ഞതൊക്കെ ഫൈനലാട്ടോ. ഫൈനൽ പ്രൈസ് 2009 29 വരെ പേപ്പറുള്ള പെട്രോൾ. ഇനി അതേപോലെ തന്നെ ക്രെറ്റ വരുന്നുണ്ട്. SX ആണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് 1.6 ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ 2016 മോഡൽ. 16 മോഡല്. ഇതിനുള്ള പ്രശ്നം ചോദിച്ചാൽ വേൽപ്പാകുണ്ട്. 4ാമത്തെ RC ഓണറാണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ ഏതോ ഒരു കവിള് മാറിയിട്ടുണ്ട്. കമ്പനി മാറിയത്. ഫുള്ള് ഓട്ടം ജെന്യൂൻ ആണ്. 1,23,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് ലാസ്റ്റ് നമുക്ക് 6,90. 6,90,000 ഫൈനൽ ആയിട്ട് 1,23,000 ഓടിയ വണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൊയോട്ടന്റെ ഏതാണ്? ടൊയോട്ടന്റെ പിന്നെ നമ്മളെ എറ്റിയോസ് അൾട്ടീസ് ഏതാ മോഡൽ? നമ്പർ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരള നമ്പർ ഏതാ? കേരള നമ്പറായ വണ്ടി. നമ്പറായിട്ട് കുറെ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2012 വണ്ടി. 2012 ജെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,23,000 ജെന്യൂൻ ആണെന്ന് ഞാൻ പറയില്ല. അതിലുള്ളതേ പറയൂ. 2,23,000 അതിലുള്ളത്. റീപ്ലേസ് ഒന്നുമില്ല. ടച്ചപ്പ് ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ഫൈനൽ ആട്ടോ. ഫൈനൽ 3 ലക്ഷം. അൾട്ടിസ് ജെ. പിന്നെ 2012 മോഡല്, സെക്കൻഡ് ഓണർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓട്ടം ജെന്യൂൻ ആണെന്ന് ഞാൻ പറയില്ല. 3 ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ റിഡ്സ് വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസലാണ്. VDI. ഏതാ മോഡൽ? അലവി ഒക്കെ ചെയ്ത വണ്ടിയാണ്. 2014 വണ്ടി. 2014. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.6. ടൈമിംഗ് ചെയിൻ ഒക്കെ ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. പിന്നെ പക്കാ ജെന്യൂൻ സർവീസ് ഒന്നുമില്ല. പക്ഷെ എയർ ഓടിയിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1,06,000. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് അതുമില്ല. ലാസ്റ്റ് ബെനിഫിറ്റ് എത്ര? നമുക്കൊരു 3,25 കൊടുക്കാം. 3,25,000. ഓക്കെ, ബ്രസ ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ZDI. ഏതാ മോഡല്? 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. 18 രജിസ്ട്രേഷൻ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,63,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ഷെ ഗ്ലാസിന് ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഒന്നുമില്ല റീപ്ലേസ്മെന്റ്.
പിന്നെ ഇത് കസ്റ്റമർ കണ്ടതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ മാറ്റി നമുക്ക് കൊടുക്കാം അപ്പർ റീപ്ലേസ്മെന്റ് ആക്കി കൊടുക്കാം. ചെയ്യേണ്ട ആവശ്യം ഇത് പറഞ്ഞോട് സെക്കൻഡ് ഓണർ എടുത്തപ്പോൾ 8000 കിലോമീറ്റർ എടുത്തതാണ്. അന്നേ സ്ക്രാച്ച് ഉണ്ട് ഇതിനോട് പറഞ്ഞതാ. ഓക്കെ KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ലാസ്റ്റ് ഒരു സ്വിഫ്റ്റിന്റെ പൈസ കൊടുക്കാം. എത്രക്ക്? 590. 590 കൊടുക്കാം. 2017 പാണ്ട് രജിസ്ട്രേഷൻ ഡീസൽ ZDI ഓട്ടം എന്ന് പറഞ്ഞാൽ ഓരോ 10,000 5,000 കമ്പനി സർവീസ് കമ്പനി കയറ്റിയൊക്കെയാ. ഓക്കെ. അതേപോലെ തന്നെ ടിയാഗോ 2017 വണ്ടി ഓട്ടോമാറ്റിക്. 2017 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്. പെട്രോൾ അല്ലേ വരുന്നത്? പെട്രോൾ ഫുൾ ഓപ്ഷൻ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടച്ചിങ്സ് ഉണ്ടാവല്ലേ? ടച്ചിങ്സ് ഉണ്ട്. ഓക്കെ. ടച്ചപ്പ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ട് ഞാൻ പറയുള്ളൂ. സത്യത്തിൽ ഞാൻ ഇതുമ്പോൾ ടച്ചപ്പ് ചെയ്തിട്ടില്ല. ഷെഡിന്ന് കൂട്ടിക്കോളി. ഇത് നമുക്കൊരു 3,40 കൊടുക്കാം. 3,40,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത്ര തന്നെ കിട്ടുവാനൊക്കെ ലോൺ. ഓക്കെ. ഈ ടിയാഗോ 2020 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 1,29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് പ്രൈസ് നല്ലൊരു വേരിയേഷൻ വരുമല്ലോ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒരു ഡോറിലെ ഒരു സൈഡിലെ ഡോർ മാറിയിട്ടുണ്ട്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു സൈഡ് ഡോർ മാറിയിട്ടുണ്ട്. കിലോമീറ്റർ കൂടുതലാണ്. അപ്പൊ എന്തായാലും പ്രൈസ് എന്തായാലും സിംഗിൾ ഓണർ ആണ്. പിന്നെ പമ്പറിന്റെ കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്തതാണ്. ചെറിയ സ്ക്രാച്ചും കാര്യമൊക്കെ ഉണ്ടായിന്. നമ്മൾ ടച്ചപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 3,60,000 കൊടുക്കാം. 2020 മോഡൽ 4 ലക്ഷം പേരെ വേണമെങ്കിൽ ലോണും കിട്ടും. ക്യാഷ് ബാക്ക് കിട്ടും. ഡാറ്റ്സന്റെ ഗോ പ്ലസ് വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2015 വണ്ടി. 2015 ഗോ പ്ലസ്. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? 30 സംതിങ് ഉള്ളൂ. അത് 30 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് എത്ര? 2,10 കൊടുക്കാം. 2,10 കൊടുക്കാം. നെക്സോൺ XM ആണോ? XM ഏതാ മോഡല്? 2021 മോഡല്. ഡീസൽ പെട്രോളോ? പിന്നെ പെട്രോള്. സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാട്ടത്. സൺറൂഫ് ഒക്കെ ഉള്ള ടൈപ്പ് അല്ലേ? ഓട്ടോമാറ്റിക്കും ആണ്. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ 1,12,000 ആയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 5,65 കൊടുക്കാം. 5,60 ലാസ്റ്റ് മാക്സിമം കൊടുക്കാം. ഓട്ടോമാറ്റിക് സൺറൂഫ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? അൾട്ടീസ് തന്നെ. അൾട്ടീസ് ഏതാ മോഡല്? അൾട്ടീസ് 2012. 2012 അൾട്ടീസ്. ആണോ അല്ല കേരളാണോ? ജി ആണ്. റീ രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 2,20 2,30 ജെന്യൂനാന്ന് ഞാൻ പറയില്ല. കാരണം എക്സ്ട്രാ എടുക്കാത്ത വണ്ടിയാ. ഡിക്കിന്റെ ഗ്ലാസോ ഏതോ ഒരു ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് ഇല്ല, ഏതോ ഒരു ഡോറോ ഏതോ ഒന്ന് റീപ്ലേസ്മെന്റ് ഉണ്ടല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 3,30 കൊടുക്കാം. ഈ ഡോർ റീപ്ലേസ്മെന്റ് ലാസ്റ്റ് 3,30. ഓക്കെ. കഴിഞ്ഞിട്ടില്ലേ? താഴത്ത് കൊടുക്കാനുള്ള അങ്ങോട്ട് പോയാലോ? എക്കോസ്പോർട്ട് ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ 16 രജിസ്ട്രേഷൻ. 15-16 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ. കിലോമീറ്റർ 80 സംതിങ്. റീപ്ലേസ് എന്താ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ റേറ്റ് നമുക്ക് 4,65 കൊടുക്കാം. 4,65,000. അതൊക്കെ ഓഫർ തന്നെ. ഒരു പെരുന്നാൾ നോമ്പിന്റെ റംസാൻ ഓഫർ ആക്കി തന്നെ കൊടുക്കുന്നത്. സിംഗിൾ ഓണർ അലൈവി ഒക്കെ ചെയ്ത വണ്ടിയാണ്. 4 ടയർ പുത്തൻ ടയറാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണറുമാണ്. 4,65 ഫൈനൽ ആട്ടോ. അത് ചിലപ്പോ ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ റേറ്റ് കൂടിന്ന് വരും. മാസം കഴിഞ്ഞിട്ട് വിൽക്കണ്ടല്ലോ, ഇപ്പൊ തന്നെ വിറ്റാണല്ലോ. എന്താണോ ചിലപ്പോ ഉണ്ടാവും കസ്റ്റമർ പിന്നെ വന്നാണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഇത്ര പറഞ്ഞ വണ്ടിയല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് ഇപ്പത്തെ യൂട്യൂബ് ഇങ്ങനെ ഒരു ഓഫർ മുത്താക്കൾ പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു ഓഫറാണ് ചെയ്യുക. അത്രേ ഉള്ളൂ. 2007 വണ്ടി. പിന്നെ 27 G4 ആണ്. G4 അല്ല, V ആണ്. ഇന്റർകൂളർ. ഓണർഷിപ്പ് 3ാമത്തത്. കിലോമീറ്റർ 2,16 ജെന്യൂനാന്ന് പറയില്ല. റീപ്ലേസ്മെന്റ് വണ്ടി. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ആദ്യം റീപ്ലേസ്മെന്റ് ആയതാ. പിന്നെ ഇപ്പോഴും ചെറിയ സ്ക്രാച്ച് ഇതിന്റെ മെയിൻ ക്ലാസ്സിനുണ്ട്. കസ്റ്റമർ കണ്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് 2,95,000 രൂപ കൊടുക്കാം. 2007 മോഡൽ 2,95,000 കൊടുക്കാം. V ആട്ടോ. ഈ ഒരു കൈഗർ ഏതാ മോഡൽ? 2021 സിംഗിൾ ഓണർ. കിലോമീറ്റർ 61,000 നോക്കണം. 61,000 തോന്നുന്നുണ്ട് എനിക്ക്. 61,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് 64,000 കിലോമീറ്റർ. ലാസ്റ്റ് ഫൈനൽ
നമുക്ക് ലാസ്റ്റ് 5-10 കൊടുക്കാം. 5 ലക്ഷത്തി ഓട്ടോമാറ്റിക് ആട്ടോ. 5,10,000 പാന്ന് BV അല്ലെ കൈഗർ ഓട്ടോമാറ്റിക് 5-10 സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ആ നാനോ അത് എക്സ്ട്രീ ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്? ഏത്? അത് നാനോ. നാനോ ടിസ്റ്റ്. ഡിസ്റ്റ് ഫുൾ ഓപ്ഷൻ. ഏതാ മോഡൽ? 2016 വണ്ടി. 2016. എന്തോ ചെറിയൊരു ഡോർ എന്തോ റീപ്ലേസ്മെന്റ് ഉണ്ട്, മേജർ ആയിട്ടൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇതാ മെയിൻ ക്ലാസ് തന്നെയാണ് അതിന്റെ റീപ്ലേസ്മെന്റ് ഉള്ളത്. ഫൈനൽ പ്രൈസ് എന്താ? നമുക്ക് ഉറപ്പിട്ടേ കൊടുക്കാം. 2016 ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവൽ ഡിസ്റ്റ് ഫുൾ ഓപ്ഷൻ അല്ലേ? 1 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. അപ്പൊ ഫൈനലി ഫാസിനോ അല്ലേ? നമ്മളൊരു എക്സ്ചേഞ്ച് എന്ന വണ്ടിയാ, ഹൈബ്രിഡ്. സംഗതി ഇപ്പൊ എന്റെ പേരിലായിട്ടുണ്ട്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ഏനി വണ്ടി. ഏതാ മോഡല്? അത് 2022 മോഡല്. എത്ര ലാസ്റ്റ് ഫൈനലി? നമുക്കൊരു 70 രൂപ കൊടുക്കാം. 70 രൂപ അല്ലേ ഫൈനലായിട്ട്? നല്ല വണ്ടി, സർവീസ് ഒക്കെ ഫുള്ള് സർവീസ്, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളും ഉണ്ട്. നല്ല വണ്ടി. അപ്പൊ യൂസുക അപ്പൊ ഓൾമോസ്റ്റ് കുറഞ്ഞ കാറുകളുള്ളത് ചെറിയൊരു പൈസക്ക് നല്ലൊരു കാർ സ്വന്തമാക്കാനുള്ള ഒരു അവസരം. നല്ല ക്വാളിറ്റി വണ്ടി ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഇനി അറിയണമെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യാം. ഒരാളെ കൊണ്ടുവരിക, വേണ്ട ക്വാളിറ്റിയിലൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ എന്താ 4 ദിവസത്തെ ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ. യൂസുഖാന്റെ നമ്പർ ഞാൻ എന്തായാലും അടിയിൽ കൊടുക്കാം. റമദാൻ ഇനിയിപ്പോൾ അടുത്ത റമദാനിലേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ യൂസുഖാൻ അടുത്തേക്ക് ഇനി വരാം. പറയാൻ പറ്റൂല മനുഷ്യന്റെ കാര്യം. അല്ല പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങോട്ട് പോകാൻ പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റമദാനിൽ യൂസുഖാനെപ്പുറം കാണാം. അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇതാ നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കീശ്ശേരി എന്ന സ്ഥലത്താണ് വരുന്നത്. കീശ്ശേരി മൊറയൂർ റോഡില് ഗണപതി സ്കൂളിന്റെ അടുത്ത് പുതിയോടത്ത് യൂസുഖാർ തന്നെ കാണാം. അപ്പൊ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണം.